ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം ഇന്നലെ വൈകുന്നേരം പുറത്തുപോയി ലൈറ്റ് ഷോ ഒക്കെ കണ്ടു വന്നപ്പോഴത്തേക്കും സമയം ഒരുപാട് ലേറ്റായിരുന്നു കിടന്നപ്പം. രാവിലെ എഴുന്നേറ്റപ്പോഴും കുറച്ച് ലേറ്റായി, ഒരു 7:30-8 മണിയൊക്കെ ആയി. അപ്പം എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് നേരെ ബാൽക്കണിയിലേക്ക് വന്നു. കെട്ടിയവനും കൊച്ചുമൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു. അവരെ എഴുന്നേൽപ്പിച്ചില്ല ഞാൻ. കുറച്ച് കഴിഞ്ഞിട്ട് ചെന്ന് എഴുന്നേൽപ്പിക്കണം. അപ്പം ബാൽക്കണി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യൂ ഇതാണ്. ഒരു സൈഡിലേക്ക് അവിടെ റോഡാണ്, വേറൊരു ബിൽഡിങ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ കോണ്ടോമിനിയത്തിൻ്റെ ഉള്ളിലുള്ള ബാക്കി ബിൽഡിങ്ങുകൾ. കിഡ്സ് പൂളും അഡൽട്ട്സിൻ്റെ പൂളുമാണ്. എൻ്റെ ബാൽക്കണിയിൽ എനിക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. തുളസി, മുല്ല, റോസ, കറിവേപ്പില, പനിക്കൂർക്ക, അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് ചെടികൾ, മണി പ്ലാന്റ്സ്, അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് എനിക്ക്. ചെടിച്ചട്ടി വാങ്ങിയിട്ട് അതിനകത്ത് നട്ട് വെച്ചേക്കുവാണ്. നമുക്കിവിടെ മുറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ ബാൽക്കണിയിലൊക്കെയാണ് ചെടികൾ വളർത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും ചേച്ചി ഓൾറെഡി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലഞ്ചിനുള്ള ഫുഡാണ് ഇതെല്ലാം. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ചീറ്റ് ഡേ ആണ് കേട്ടോ. അപ്പം ഇന്ന് ചോറും കറികളൊക്കെ ലാവിഷായിട്ട് കഴിക്കുന്ന ഒരു ദിവസമാണ്. അപ്പം നല്ല ഹാളിലൊക്കെ വന്ന് ചെറുതായിട്ടൊന്ന് അടുക്കി പറക്കിയൊക്കെ വെച്ചു. അങ്ങനെ റൂമിൽ ചെന്നപ്പോഴത്തേക്കും അപ്പനും മോനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവർ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അപ്പം രണ്ടിനോടും പോയിട്ട് പല്ലൊക്കെ തേച്ച് വരാൻ പറഞ്ഞ് അഖിൽ എഴുന്നേറ്റ് പോയി. കൊച്ചതാ പിന്നെ അവിടെ തന്നെ കിടക്കുകയാണ്. അവൻ കുറച്ചു നേരം അവിടെ കിടന്ന് ക്ഷീണമൊക്കെ മാറ്റി മെല്ലെ പോകത്തുള്ളൂ. ഫ്രഷ് ആവാൻ വേണ്ടി ഒരു 100 തവണ പറഞ്ഞാലേ പോകത്തുള്ളൂ. പിന്നെ ഞാൻ പുതപ്പൊക്കെ എടുത്ത് മടക്കി വെച്ചു. ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു ഫ്രഷ് എയർ കയറാൻ വേണ്ടി. ഇത് കഴിഞ്ഞ് വന്ന് കുറച്ചു നേരം അവനെ ഒന്ന് കുത്തിപ്പൊക്കാൻ വേണ്ടി അവൻ്റെ കൂടെ കുറച്ചു നേരം ഇരിക്കണം. കുറെ നേരമായി ഞാൻ വിളിക്കുന്നു പല്ല് തേക്കാൻ പോകാനൊക്കെ ഒന്ന് പറഞ്ഞിട്ട്. എന്ത് ചെയ്താൽ പോകുന്നില്ല. പിന്നെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. കുറച്ചു നേരമൊക്കെ ഒന്ന് കൊഞ്ചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് പൊക്കോളും പല്ല് തേക്കാൻ വേണ്ടി. എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ സ്റ്റോറി ബുക്കാണ്. അപ്പം അതൊക്കെ എടുത്തിട്ട് രാവിലെ പല്ല് തേക്കുന്നതിന് മുമ്പ് അതൊക്കെ വായിക്കണം കൃഷിക്ക്. അങ്ങനെ അവനെ എഴുന്നേൽപ്പിച്ച് വിട്ടു പല്ല് തേക്കാൻ വേണ്ടി. ഇപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ചീറ്റ് ഡേ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴങ്കഞ്ഞിയാണ് കേട്ടോ കുടിക്കുന്നത്. കുറേ നാളായിട്ട്, ഒരു 1.5 വർഷമൊക്കെ ആയി കാണും പഴങ്കഞ്ഞി കുടിച്ചിട്ട്. പഴങ്കഞ്ഞി കുടിക്കാൻ വല്ലാത്തൊരാഗ്രഹമായിട്ട് ചേച്ചീനോട് ഇന്നലെ എക്സ്ട്രാ ചോറ് വെച്ചിട്ട് രാവിലത്തേക്ക് പഴങ്കഞ്ഞി വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പഴങ്കഞ്ഞിയാണ് കേട്ടോ. അപ്പം പാത്രത്തിലേക്ക് കഞ്ഞി എടുത്തു. ഒരുപാട് കറികളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് പഴങ്കഞ്ഞിക്ക് നമുക്ക് കൂടെ കൂട്ടുന്ന സാധാരണ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഞ്ഞി വിളമ്പി. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരിമുളക് ഇവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതുകൊണ്ട് കാന്താരിമുളക് ഉണ്ടായിരുന്നു. കാന്താരിമുളക്, പിന്നെ കുറച്ച് മോരുകറി, എല്ലാം തലേ ദിവസത്തെയാണ് കേട്ടോ. പഴങ്കഞ്ഞി കുടിക്കുമ്പം കൂടെ എല്ലാം തലേ ദിവസത്തെ കഴിക്കുന്നതാണല്ലോ ഒരു രസം. പിന്നെ തലേ ദിവസത്തെ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് എപ്പോഴും പഴങ്കഞ്ഞി കുടിക്കുമ്പം ഒന്നുമില്ലെങ്കിലും എനിക്ക് തൈരും കാന്താരിമുളകും ഉണ്ടെങ്കിൽ അത് മാത്രം മതി. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുടിക്കും. പക്ഷെ ഇത് കുറച്ച് കറിയൊക്കെ ബാക്കി വന്നുകൊണ്ട് അതെടുത്തു. പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് കണ്ണിമാങ്ങാച്ചാറുണ്ടായിരുന്നു, അതും എടുത്തു. എല്ലാം നല്ല അടിപൊളി കോമ്പിനേഷൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അത്രയേ ഉള്ളൂ, വേറെ കറികളൊന്നുമില്ല. അങ്ങനെ പഴങ്കഞ്ഞി റെഡിയായി. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ പറയുമ്പം തന്നെ എൻ്റെ വായിൽ പിന്നെ വെള്ളം ഊറുന്നു. ഒന്നും കൂടെ അത് കഴിക്കണം എന്നൊക്കെ തോന്നുന്നു. അപ്പം ഞങ്ങൾ
മെല്ലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു തുടങ്ങി. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. കാന്താരിമുളകൊക്കെ ഞെരട്ടിയെടുത്ത് എല്ലാം കൂടെ കുഴച്ച് കണ്ണിമാങ്ങ അച്ചാറിൻ്റെ മാങ്ങയൊക്കെ ഫുള്ള് അതിൻ്റെ ആ സത്തൊക്കെ എല്ലാം കൂടെ അങ്ങ് പിഴിഞ്ഞെടുത്ത് അങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. പണ്ട് നാട്ടിലായിരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നൊരു സാധനമായിരുന്നു പഴങ്കഞ്ഞി. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ഇവിടെ സിംഗപ്പൂർ വന്നതിന് ശേഷം പഴങ്കഞ്ഞി അങ്ങനെ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആപ്പാടെ 1-2 തവണയൊക്കെ കുടിച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പം അങ്ങനെ ഒരുപാട് ആഗ്രഹം തോന്നിയിട്ട് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ തന്നെ ഏതൊരു യൂട്യൂബ് ചാനൽ ഇതുപോലെ ഇങ്ങനെ പഴങ്കഞ്ഞിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് പഴങ്കഞ്ഞി കുടിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം വന്നിട്ട് കുടിച്ചതാണ്. പഴങ്കഞ്ഞിയുടെ കൂടെ ബ്ലാക്ക് കോഫിയും കുടിക്കും കേട്ടോ. ബ്ലാക്ക് കോഫി ഒരു നേരമെങ്കിലും കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത പോലെയാണ് എനിക്ക്. പിന്നെ സ്റ്റീവു സാൻഡ്വിച്ചാണ് കഴിക്കുന്നത്. അവനിങ്ങനെ പഴങ്കഞ്ഞിയൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അവന് സാൻഡ്വിച്ച് ഉണ്ടാക്കി. ബാക്കി ഞാനും അഖിലും ചേച്ചിയും പഴങ്കഞ്ഞിയാണ് കുടിച്ചത്. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്ന് പഴങ്കഞ്ഞി കുടിക്കുകയാണ്. പിന്നെ തലേദിവസത്തെ മീൻകറി ബാക്കിയുണ്ടായിരുന്നു. ആ മീൻകറിയും കൂടെ എടുത്തിട്ടോ പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റീവ് ഇരുന്ന് ഓരോ വഴക്കുണ്ടാക്കുന്നുണ്ട്. അവന് സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ മുട്ട വേണ്ട, ചീസ് മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെല്ലെ വർത്താനമൊക്കെ പറഞ്ഞ് ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. വീഡിയോ എടുക്കുന്ന എന്തോ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുകയാണ് ഞാനും അതിലും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾക്ക് ഇപ്പം തന്നെ ഹോംവർക്കൊക്കെ ചെയ്യണം. എല്ലാ ഫ്രൈഡേയും ഇവർക്ക് സ്കൂളിൽ നിന്ന് ഹോംവർക്ക് കൊടുത്തു വിടും. ഇപ്പം കിൻഡർഗാർട്ടൻ 2-ലാണ് സ്റ്റീവ് പഠിക്കുന്നത്. അപ്പം എല്ലാ ഫ്രൈഡേയും ഹോംവർക്ക് ഉണ്ടാവും. അപ്പോൾ സാറ്റർഡേ സൺഡേ ലീവാണല്ലോ. അപ്പം മെല്ലെ ഇരുന്ന് ചെയ്യാം. അപ്പം ഒന്ന് പുറത്തൊക്കെ പോയി വന്നിട്ട് വൈകുന്നേരം ചെയ്യിപ്പിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഇപ്പം രാവിലെ തന്നെ കക്ഷിക്ക് ഹോംവർക്കൊക്കെ ചെയ്യണം. വേണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. വഴക്കായിരുന്നു. അപ്പം ഞാൻ ചെയ്യിക്കാനിരുത്തിയപ്പം മമ്മ വേണ്ട, പപ്പ ചെയ്യിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാനും അവനും കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു 3-4 ലോക മഹായുദ്ധം നടക്കും. അതുപോലെ ആയിരിക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞാൻ വഴക്ക് പറയും, അവന് ഇറിറ്റേറ്റഡ് ആവും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പിടിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഹോംവർക്ക് നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അതിന് വേണ്ട പെൻസിലും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. അപ്പം അവരപ്പനും മോനും കൂടി ഇരുന്നിട്ട് ഹോംവർക്ക് ചെയ്യുകയാണ്. ഇടയ്ക്ക് ഞാനും പോയി നോക്കും. പിന്നെ ഞങ്ങൾ ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. ലിറ്റിൽ ഇന്ത്യ വരെ പോവാണ്. കുറച്ച് വീട്ടിലോട്ട് അടുക്കളയിലോട്ടുള്ള സാധനങ്ങൾ, നമ്മുടെ മസാലപ്പൊടികൾ, പുട്ടിൻ്റെ പൊടി, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. എല്ലാം തീർന്നു. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഇതുപോലെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് വരും. നമ്മുടെ ഇവിടെ അടുത്ത് ഇന്ത്യൻ സ്റ്റോർ ഉണ്ടെങ്കിലും അതൊക്കെ തമിഴന്മാരുടെ കടകളാണ്. നമുക്ക് വേണ്ട അത്രയും സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടുകയില്ല. കാർത്തിക എന്ന് പറയുന്നത് മലയാളികളുടെ സ്റ്റോറാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ള എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പം അവിടെ പോയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. രാവിലെ തന്നെ മിക്ക സൺഡേയിലുമാണ് അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. കാരണം സാറ്റർഡേ അങ്ങനെ സമയം കിട്ടാറില്ല. അപ്പോൾ സൺഡേ നമ്മൾ പോയിട്ട് സാധനങ്ങളൊക്കെ അത്യാവശ്യം വേണ്ടത് ഇതുപോലെ വാങ്ങി വരും. തീരുമ്പം അവിടെ പോയിട്ടാണ് വാങ്ങുന്നത്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങി വരാം. ഞാൻ റെഡിയായി, കൊച്ചും റെഡിയായി, ബസ് കാർഡൊക്കെ ഇട്ട് അവൻ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ രണ്ടുപേരും പപ്പേനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങി ലിഫ്റ്റിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ആദ്യം ചെന്ന് നിന്നപ്പോഴേ ഇവിടുന്ന് ഒരുത്തൻ വിളിച്ച് പറയുന്നുണ്ട്, ലിഫ്റ്റിൽ ഞെക്കല്, അവന് ഞെക്കണം എന്ന്. കാരണം എങ്ങാനും നമ്മൾ അറിയാണ്ട് ആ ലിഫ്റ്റിൽ പോയി പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ തിരിച്ചു വെക്കും അവൻ. എല്ലാവരും വന്ന് റെഡിയായി കഴിഞ്ഞിട്ട് അവൻ തന്നെ പ്രസ് ചെയ്യും. അപ്പം നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ താഴെ ഫസ്റ്റ് ഫ്ലോറിലെത്തി. അത് കിഡ്സ് പൂളാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് ഇവിടെ നിന്ന് അങ്ങ് പോവാം. ഈ താഴെ കാണുന്ന അതാണ് കേട്ടോ ഞങ്ങളുടെ ഫങ്ഷൻ ഹാള്. ഫങ്ഷൻ ഹാളിൻ്റെ മുകളിലാണ് ജിമ്മുള്ളത്.
എക്സസൈസൊക്കെ ചെയ്യേണ്ടവർക്ക് ഡെയിലി ജിമ്മിൽ പോയി ചെയ്യാം. നമ്മൾ പിന്നെ ആ ഭാഗത്തോട്ട് തിരിഞ്ഞ് നോക്കാറില്ല. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. ബസ് സ്റ്റോപ്പിലെത്തി. ബസ് വരാൻ കുറച്ചും കൂടെ സമയമുണ്ട്. ബസ്സിൻ്റെ ഒരു SG ബസ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അപ്പോൾ ആ ആപ്പിൽ നോക്കിയപ്പം കുറച്ചും കൂടെ സമയമുണ്ട് ബസ് വരാൻ. അപ്പം ആ കാണുന്ന ബോർഡിൽ നമുക്ക് ബസ് നമ്പറൊക്കെ ഉണ്ട്. നമുക്ക് ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ബസ് നമ്പർ എടുക്കേണ്ടതെന്ന് നമുക്ക് ആ ബോർഡിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞങ്ങൾ എടുക്കുന്നത് 112 എന്ന് പറഞ്ഞ ബസ്സാണ്. അവിടെ നിന്ന് MRTയിലേക്ക് പോയിട്ട് MRTയിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ട് വേണം ലിറ്റിൽ ഇന്ത്യക്ക് പോകാൻ. അപ്പം ഞങ്ങളങ്ങനെ ബസ് വരാൻ വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു 5 മിനിറ്റ് ബസ് സ്റ്റോപ്പിലോട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഒരാൾക്ക് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അത് അവിടെ തന്നെ ഇരിക്കുന്നു. MRT സ്റ്റേഷനിൽ എത്തിയിട്ടോ. ട്രെയിൻ കയറാൻ പോവാണ്. അതിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുത്തില്ല, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലിറ്റിൽ ഇന്ത്യയിലെത്തി. അവിടുത്തെ മാർക്കറ്റാണിത്. ആ വഴി സൈഡിൽ കൂടെയുള്ള കടകളാണ് ഈ കാണുന്നത്. നമുക്ക് പച്ചക്കറികളും പഴങ്ങളും അങ്ങനെ എല്ലാം കിട്ടുന്ന കട. അതായതാണ് കാർത്തിക സ്റ്റോർ. നമ്മളങ്ങോട്ട് നടന്നെത്തുന്നേ ഉള്ളൂ. ഞാൻ സൂം ചെയ്ത് കാണിച്ചതാണ്. മുല്ലപ്പൂക്കൾ, റോസാപ്പൂക്കൾ, പൂക്കൾ കിട്ടുന്ന കടകളെല്ലാം ഉണ്ട്. കുറച്ച് അങ്ങോട്ട് നടക്കണം കാർത്തികയിലേക്ക് എത്താൻ. അതിനിടയ്ക്ക് അവിടെ പോകുന്ന മുമ്പ് നമ്മളൊരു വാച്ചിൻ്റെ ഷോപ്പ് നോക്കി കറങ്ങി നടക്കുകയാണ്, വാച്ചിൻ്റെ സ്ട്രാപ്പ് മാറ്റാൻ വേണ്ടി. കുറേ അതിലേക്ക് അന്വേഷിച്ചു, പക്ഷെ നമുക്ക് പോകേണ്ട ഷോപ്പ് കണ്ടില്ല. പക്ഷെ വേറൊരു ഷോപ്പ് ഞങ്ങൾ കയറി, പക്ഷെ നമുക്ക് ആ വാച്ചിൻ്റെ സെയിം സ്ട്രാപ്പ് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, ജസ്റ്റ് ആ പുറത്തൂടെ നടക്കുന്ന വീഡിയോ മാത്രമേ ഞാൻ എടുത്തുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ പുറത്തിറങ്ങിയ അപ്പം തന്നെ സ്റ്റീവന് ഫുഡ് കഴിക്കണം. എന്തെങ്കിലും ഒരു ഫുഡ് എവിടെയെങ്കിലും കയറി കഴിക്കണം, അല്ലെങ്കിൽ സമ്മതിക്കില്ല, വഴക്കായിരിക്കും. അങ്ങനെ ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. സ്റ്റീവിന് ദോശ മതി എന്ന് പറഞ്ഞു, ബിഗ് ദോശ വേണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഗീ ദോശ ഓർഡർ ചെയ്തു. അഖിൽ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ഒരു ദോശയാണ് വാങ്ങിയത്, പക്ഷെ അത് തന്നെ 2 പേർക്ക് കഴിക്കാനുള്ള ദോശയുണ്ടാവും. സ്റ്റീവ് പണ്ട് തൊട്ടേ ദോശയുടെ ആളാണ്. ദോശ മാത്രം ഒരിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കത്തുള്ളായിരുന്നു. അപ്പം നമുക്ക് 2-3 തരത്തിലുള്ള ചമ്മന്തികളൊക്കെ കിട്ടും, പിന്നെ സാമ്പാർ കിട്ടും. അപ്പം അത് കൂട്ടി നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. ഇവിടുത്തെ ഈ തമിഴന്മാരുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ദോശയ്ക്കും ചമ്മന്തിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ, ഒരു അപാര ടേസ്റ്റ്. ഞാൻ പാവ് ബജിയാണ് ഓർഡർ ചെയ്തത്. പണ്ട് ബോംബെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നിന്ന് സ്ഥിരം കഴിക്കുന്ന സാധനമായിരുന്നു വടാപാവ്, പാവ് ബജിയൊക്കെ. അപ്പോൾ നൊസ്റ്റാൾജി, അപ്പോൾ ഞാനത് കഴിച്ചു. അത് കഴിഞ്ഞ് അവിടെ കുറേ സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് സ്വീറ്റ്സൊക്കെ നമ്മൾ വാങ്ങി, പലതരത്തിലുള്ള സ്വീറ്റ്സ്. എല്ലാത്തിൻ്റെ ഒന്നും പേര് എനിക്കറിയത്തില്ല. ലഡു, ജിലേബി, ജാഗിരി, പിന്നെ നമ്മുടെ സോന പപ്പടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൈസൂർ പാക്ക്, കുറേ എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. അങ്ങനെ എപ്പോഴും ഒന്നും വാങ്ങിയില്ല. അപ്പം ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പം ഇവിടെ എല്ലാം നല്ല ഭംഗിയിൽ ഇങ്ങനെ വെച്ച് കണ്ടപ്പം എങ്ങനെ വാങ്ങാതിരിക്കും. അപ്പം കുറച്ച് സ്വീറ്റ്സൊക്കെ ഞങ്ങൾ വാങ്ങി. അതായത് കണ്ടില്ല, നമ്മുടെ നാട്ടിൽ ബേക്കറി കടകളിലൊക്കെ വെച്ചതുപോലെ അങ്ങനെ എല്ലായിടത്തും ഒന്നും ഇങ്ങനെ കാണത്തില്ല കേട്ടോ വെച്ചേക്കുന്നത്. ഞാനിതിനു മുമ്പ് എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല ഇതുപോലെ. അപ്പോൾ ഞങ്ങൾ കാർത്തികയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി. വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടില്ല, നിറച്ചും ആൾക്കാരായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല. സാധനങ്ങൾ നോക്കി എല്ലാം എടുത്ത് തിരിച്ച് ടാക്സിക്ക് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ടയേർഡായി, കൊച്ചൊക്കെ മടുത്തു, ടാക്സിയിലിരുന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. വന്ന് കുറച്ച് നേരം സിനിമ കാണാമെന്ന് വിചാരിച്ചു.
നെറ്റ്ഫ്ലിക്സിൽ മഹാരാജ മൂവി ഉണ്ടായിരുന്നു വിജയ് സേതുപതിയുടെ. അപ്പം വന്നപ്പോഴത്തേക്ക് ഉച്ചയായി. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് പിന്നെ ഒന്നും കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ മൂവി കണ്ടു. മൂവി കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം കാപ്പി കുടിക്കാനുള്ള സമയമായപ്പം നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. ലഡുവും ജിലേബി വാങ്ങിയില്ല, ലഡുവും മൈസൂർ പാക്കുമാണ് വാങ്ങിയത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കാപ്പി കുടിക്കുകയാണ്. സ്റ്റീവ് ഇങ്ങനത്തെ സ്വീറ്റ്സ് ഒന്നും കഴിക്കില്ല കേട്ടോ. ജസ്റ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് അത് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അവന് കൊടുത്തപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞാൽ അതുപോലും ചെയ്യില്ല. പിന്നെ നല്ലൊരു കാര്യമായതുകൊണ്ട് കൂടുതൽ ഞങ്ങൾ നിർബന്ധിക്കാൻ നിൽക്കാറില്ല. അങ്ങനെ ഞങ്ങൾ കാപ്പി കുടിയൊക്കെയാണ്. വർത്താനൊക്കെ പറഞ്ഞ് ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കാപ്പി കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പം അവന് സ്വിമ്മിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സ്വിം ചെയ്യാൻ അറിയത്തില്ല. അഖിലും കൊച്ചും നീന്തും. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ പോയിരുന്ന് വീഡിയോസൊക്കെ എടുക്കും. അല്ലെങ്കിൽ അവിടെ ചുമ്മാ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കും. ഇവർ നീന്തുന്ന അവരുടെ കളികളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കും ഞാൻ. അപ്പം ഞങ്ങൾ പൂളിലോട്ട് പോവാണ്. ഞങ്ങളുടെ കോണ്ടോമിനിയത്തിൽ തന്നെയുള്ള പൂളാണ് കേട്ടോ. ഇത് കിഡ്സ് പൂളാണ്. ഇപ്പം പണ്ട് നീന്തൽ അറിയത്തില്ലാത്ത സമയത്ത് അവനെ കിഡ്സ് പൂളിൽ വിടത്തുണ്ടായിരുന്നുള്ളൂ. അവൻ അവിടെ പോകത്തുള്ളായിരുന്നു. ഇപ്പം നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്താൽ കിഡ്സ് പൂളിൽ പോവുകയില്ല. അവൻ ഇവിടെ തന്നെ വരണം. പകലിന് സമയമുള്ളപ്പോൾ മാത്രമേ കൊണ്ടുവരത്തുള്ളൂ. കാരണം എനിക്ക് നീന്തൽ അറിയാത്തതുകൊണ്ട് അവന് നീന്തൽ അറിയാമെങ്കിൽ എനിക്ക് തന്നെ ഇറക്കി വിടാനൊരു മടിയാണ്. പേടി എങ്ങാനും മുങ്ങിപ്പോയാലോ എന്ന് ഓർത്തിട്ട്. അതുകൊണ്ട് അഖിലുള്ളപ്പോൾ മാത്രമേ കൊണ്ടുപോവുള്ളൂ. ആദ്യം തന്നെ വന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യാൻ പോലും സമയമില്ല. ആദ്യം തന്നെ ചാടാൻ പോവാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവനിങ്ങനെ നീന്തി കളിക്കാൻ. സ്വിം ചെയ്യാൻ മാത്രമല്ല, പപ്പ ഉണ്ടെങ്കിൽ പപ്പയുടെ കൂടെ ഇങ്ങനെ കളിച്ച് രണ്ടുപേരും ഇങ്ങനെ അടിച്ചു പൊളിക്കും അവിടെ. കുറേ നേരം ഇങ്ങനെ പല സർക്കസുകളും കാണിക്കും. മുങ്ങിക്കിടക്കാനൊന്നും ഒരുപാട് നേരം പറ്റത്തില്ല, എന്നാലും ഇങ്ങനെ മുങ്ങിക്കിടക്കും. പിന്നെ അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ സ്വിം ചെയ്യും. ഇതാണ്ടോ ഞങ്ങളുടെ കോണ്ടോമിനിയം. ഇതാണ് മൊത്തം ഒരു ഏരിയ. ഞങ്ങളുടെ അവിടുത്തെ ബിൽഡിങ്ങുകളാണ്. അത് നമ്മൾ പൂളിൻ്റെ അടുത്ത് നമ്മളിരിക്കുന്ന സ്ഥലം. അഖിൽ ഇറങ്ങിയിട്ടില്ല. അഖിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവനവിടെ കിടന്ന് പപ്പ എന്ന് വിളിക്കുന്നുണ്ട്. ഒരു റൗണ്ട് പോയിട്ട് വന്നതാണ് ആൾ. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലുള്ള ഏറ്റവും വലിയൊരു പണിയാണ് ഏത് നേരം ഇങ്ങോട്ട് കയറുക, എടുത്ത് ചാടുക, കയറുക, എടുത്ത് ചാടുക. അതാ പിന്നെ അങ്ങനെ പപ്പേനെ വിളിച്ചിറക്കി. ഇനി രണ്ടുപേരും കൂടിയാണ് സ്വിം ചെയ്യുന്നത്. മുങ്ങിക്കിടക്കും, കളിക്കും. അങ്ങനെ അവർ അവരുടേതായ ലോകത്ത്. സ്വിമ്മിങ് പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവരുടെ കൂടെ പോയി ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് പേടിയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും മെനക്കെട്ടെങ്കിലും പിന്നെ ഞാനതങ്ങ് നിർത്തി. അവർ രണ്ടുപേരും അവരുടേതായ ലോകത്താണ് കേട്ടോ. ഞാനവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നു. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതാ തിരിച്ച് കയറി. ഞാൻ വീഡിയോ എടുത്തതാണ്, ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചിരിച്ചു തന്നതാണ് അവൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അതാണ് ഞങ്ങളുടെ ജാദു. സ്റ്റീവ് ഇത് ഏത് നേരവും ഇതിട്ടുകൊണ്ട് പോകുമ്പോൾ ഞങ്ങളവനെ ജാദു എന്നാണ് വിളിക്കുക. ഭയങ്കര ക്യൂട്ടാണ്. എനിക്കിഷ്ടമാണ് കാണാൻ അവനെ ഇങ്ങനെ ഇട്ട്. തിരിച്ച് വീട്ടിലോട്ട് പോയിട്ട് വേണം ഇനി കുളിപ്പിക്കാൻ. ക്ലോറിൻ വാട്ടർ അല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ചെന്നിട്ട് വേണം കുളിപ്പിക്കാൻ.
ചെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കുളി കഴിഞ്ഞു. വൈകുന്നേരത്തെ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്നാണ് ട്ടോ വാങ്ങിയത്. തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങി പുറത്തുനിന്ന്. ഓൺലൈനിൽ ഓർഡർ ചെയ്താണ് ഗ്രാബ് വഴി. അത് ബക്കറ്റ് ബിരിയാണി ആയിട്ടാട്ടോ ഓർഡർ ചെയ്തത്. ഒരു 5 പേർക്ക് കഴിക്കാനുള്ള പോർഷനുണ്ട്. ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. 5 പേർക്കല്ല, ഒരു 10 പേർക്ക് കഴിക്കാനുള്ളത് അതിനകത്തുണ്ട്. ആകപ്പാടെ ഞങ്ങൾ 4 പേരേ ഇവിടെ ഉള്ളൂ. സ്റ്റീവ് ആണെങ്കിൽ കുറച്ചേ കഴിക്കത്തുള്ളൂ. അപ്പം എന്തോരം ഉണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒരു ലോഡ് ഫുഡുണ്ട്. അത് ഞങ്ങൾക്കൊരു 2 ദിവസം കഴിക്കാനുള്ളതുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല ചൂട്, നല്ല ഫ്രഷ് ആയിട്ടാട്ടോ വന്നേ. നല്ല അടിപൊളി ടേസ്റ്റും ആയിരുന്നു. മോശം പറയാനൊന്നുമില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കുന്നത്. അപ്പം എനിക്കതിൻ്റെ ക്ലോസപ്പിൽ ഒരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഫ്രെയിമിൽ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞതുകൊണ്ട് ഫ്രെയിമിൽ നിന്ന് മാറിപ്പോയത് അതിൽ. സ്റ്റീവ് ആണെങ്കിൽ ക്ഷമ കെട്ടു. തരാൻ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പം എല്ലാം ഒന്ന് എടുത്ത് വെച്ച് സ്പൂണും കാര്യങ്ങളും തവികളും എല്ലാം എടുത്തുകൊണ്ട് വന്ന് വേറെ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെ മുട്ടയുണ്ട്. അത് പുഴുങ്ങിയിട്ട് തോടൊന്നും പൊളിച്ചിട്ടില്ല, അതുപോലെ തന്നെ കിട്ടി. ചിക്കൻ ഫ്രൈ ഉണ്ട്, സാലഡ് ഉണ്ട്, ഗ്രേവി ഉണ്ട്. അവനുള്ളത് വിളമ്പി കൊടുത്തു. ഞങ്ങൾക്കുള്ളത് വിളമ്പി ഞങ്ങളും കഴിച്ചിട്ടോ. അപ്പം അങ്ങനെ രാത്രി നൈറ്റ് വ്യൂ കാണിച്ചു തരാം ഞാൻ. ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പം നല്ല ഭംഗിയാണ് കേട്ടോ. ലൈറ്റ്സ് എല്ലാം ആയിട്ട് രാത്രി ആയി കഴിയുമ്പോൾ എല്ലാ ബിൽഡിങ്ങുകളും കൂടെ ഉള്ള ലൈറ്റും എല്ലാം. അതാണ് റോഡ്. റോഡിലേക്കുള്ള വ്യൂ ആണ് ആ കാണുന്നത്. നല്ല രസമാണ്. ഞങ്ങൾ എപ്പോഴും ഒന്നും ബാൽക്കണി ഉണ്ടെന്ന് വെച്ചാൽ ഏത് നേരമൊന്നും ഇവിടെ വന്നിരിക്കത്തില്ല. പക്ഷേ ഇടയ്ക്ക് കുറച്ച് നേരമൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ വന്നിരിക്കും. നല്ല രസം, നല്ല കാറ്റാണ് എപ്പോഴും ഇവിടെ. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. അപ്പം രാത്രി ഒരു 10 മണിയൊക്കെ ആയി. ഇപ്പം സ്റ്റീവ് അത് ട്രെയിൻ ട്രാക്കും ഒക്കെ വെച്ച് കളിക്കുകയാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.